Hi all, welcome to and Learn Tutorials. KTU 2019 സ്കീമിലെ S6 സിവിൽ സ്റ്റുഡൻസിന്റെ ഇലക്റ്റീവ് 1 ആയിട്ടുള്ള ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 3 മൊഡ്യൂൾസ് 1, 2, 3 മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഈ ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോയിൽ സാമ്പിളിംഗ് ആണ്. അതായത് സോയിൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിലിന്റെ സാമ്പിൾസ് കളക്ട് ചെയ്യുകയാണ്. അത് അൺഡിസ്റ്റർബ്ഡ് ആയിരിക്കാം, ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. അതിന്റെ തന്നെ പല കാറ്റഗറീസ് ആൻഡ് ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത് വരുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സാമ്പിൾ ഡിസ്റ്റർബൻസ് ആൻഡ് മെത്തേഡ്സ് ടു മിനിമൈസ് ദം. ഈ സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സോയിൽ സാമ്പിൾ എടുക്കുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവാൻ കാരണം വന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ആ ഡിസ്റ്റർബൻസിനെ കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ സാമ്പിളർ പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ ഏരിയ റേഷ്യോ, ഇൻസൈഡ് ക്ലിയറൻസ്, ഔട്ട്സൈഡ് ക്ലിയറൻസ്, റിക്കവറി റേഷ്യോ, ബോൾ ചെക്ക് വാൽവ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഏരിയ റേഷ്യോ, ഇൻസൈഡ് ക്ലിയറൻസ്, ഔട്ട്സൈഡ് ക്ലിയറൻസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സാമ്പിൾസ് ആണ്. നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്ന സോയിൽ സാമ്പിൾസിന് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡ്ലിംഗ് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ എക്സ്ട്രൂഷൻ ഓഫ് സാമ്പിൾസ്, പിന്നെ ഈ സാമ്പിൾസ് നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന സാമ്പിളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, തിൻ വോൾഡ് സാമ്പിളർ ഉണ്ട്, പിസ്റ്റൺ സാമ്പിളർ, സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ, ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് മെത്തേഡ്സ് ഫോർ കളക്ഷൻ ഓഫ് സാൻഡ് സാമ്പിൾസ് ഫ്രം ബിനീത്ത് ദ വാട്ടർ ടേബിൾ. അതായത് വാട്ടർ ടേബിളിന്റെ അടിയിൽ നിന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ സാമ്പിൾസിനെ കളക്ട് ചെയ്യാം അതിനകത്ത് വരുന്നതാണ് കോർ റീറ്റെയിനേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ പറഞ്ഞത് സോയിൽ സാമ്പിളിംഗ് ആണ്. Soil sampling is a process of collecting representative samples of soil from a specific area for analysis. നമ്മൾ ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ്ജക്ട് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ സോയിൽ സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന കാര്യവും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വലിയ ബോർഹോളൊക്കെ കുഴിച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഒത്തിരി ഡീപ്പറായിട്ട്, അതായത് ഗ്രൗണ്ടിലേക്ക് കുഴിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഈ ബോർഹോൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുഴിക്കുന്ന കുഴി ഒരു ഷാലോ ഡെപ്ത് ആണെന്ന് വിചാരിക്കുക, അതായത് ഒത്തിരി ഡീപ്പർ അല്ലെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റ് പിറ്റ് എന്നുള്ള രീതിയിലാട്ടോ പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സോയിൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് നമ്മൾ ഒരു സോയിലിന്റെ സാമ്പിളിനെ നമ്മൾ കളക്ട് ചെയ്യുവാണ്. എന്തിനു വേണ്ടിയിട്ട്? പല അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എന്നാൽ മാത്രമല്ല അതിന് കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു അനാലിസിസ് നടത്താൻ നമുക്ക് ഏത് ഏരിയയിലെയാണോ സോയിലിന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത്, അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഏരിയയിലെ സോയിൽ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് ശരിക്കും സോയിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോയിൽ സാമ്പിളിംഗ് എടുക്കുന്നത്? ടു ഫൈൻഡ് ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആൻഡ് റോക്ക്. സോയിലിന്റെയും റോക്കിന്റെയും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫൗണ്ടേഷൻ ഡിസൈൻ. ഫൗണ്ടേഷൻ ഡിസൈനിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ സോയിൽ. കാരണം ഇപ്പം നമ്മളൊരു വീട് പണിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് പണിയുമെന്ന് വിചാരിക്കും. നമുക്ക് ചുമ്മാ ഒരു സ്ഥലം കണ്ടു കിട്ടിയ ആ സ്ഥലത്തിന് മുകളിൽ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ സോയിൽ എങ്ങനെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കണം. അതായത് നല്ല സ്റ്റിഫ് ആയിട്ടുള്ള സോയിലാണോ, അല്ലെങ്കിൽ ഇപ്പൊ ക്ലേ ആയിട്ടുള്ള സോയിലാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞേ, നമ്മൾ ജസ്റ്റ് ക്ലേ ആയിട്ടുള്ള സോയിലാണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റുമോ? അത് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമോ? ഇല്ല, അത് താഴേക്ക് ഇടിഞ്ഞു പോകും. അപ്പം നല്ല സ്റ്റിഫായിട്ട് നല്ല ഉറപ്പുള്ള സോയിലൊക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ അവിടുത്തെ ഒരു സോയിൽ സാമ്പിളിനെ കളക്ട് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഈ സോയിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഡിസൈനിലും ഹെൽപ്പ് ചെയ്യും. അടുത്തത് ടൈപ്സ് ഓഫ് സാമ്പിൾസ്. നമ്മൾ ഇനി കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഇത് നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുള്ള, നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടും, ചിലപ്പോൾ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കിട്ടുന്നുള്ളത്. സോ സാമ്പിൾസ് രണ്ട് ടൈപ്പാണുള്ളത്, ഡിസ്റ്റർബ്ഡ് സാമ്പിൾസും ഉണ്ട്, അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസും ഉണ്ട്. ആദ്യം നമുക്ക് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറൽ സ്ട്രക്ചർ ഓഫ് ദി സോയിൽ ഗെറ്റ്സ് ഡിസ്റ്റർബ്ഡ് ഇൻ ദ കളക്ഷൻ പ്രോസസ്. അതായത് ഈ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ, ഇപ്പം ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കുന്ന ഫിഗർ അല്ലാതെ നോക്കിക്കേ, ഇതിനകത്ത് സോയിൽ എങ്ങനെയാ? ഭയങ്കര ഡിസ്റ്റർബ്ഡ് അല്ലേ? അതായത് ഇതിപ്പോൾ കുറേ ടൈപ്പ് സോയിൽ കൂടി ചേർന്നിരിക്കുകയെന്ന് വിചാരിച്ചു, പക്ഷെ ഇതിനകത്ത് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ഇങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതായത് സോയിലിന്റെ ഒരു നാച്ചുറൽ സ്ട്രക്ചർ ഇവിടെ ഉണ്ടാവത്തില്ല, എല്ലാം ഒരു മിക്സ്ഡ് പരുവായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിന് ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അത് സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളറിൽ നമുക്ക് അതായത് നമ്മുടെ പുറ്റുറ്റിയുടെ ഷേപ്പ് ഒക്കെ പോലെ ഇരിക്കണേ. അപ്പോൾ അന്നേരം നമ്മളത് തുറക്കുമ്പോൾ എന്താണ്, നല്ല കൃത്യമായിട്ട് ഇപ്പോൾ പുട്ടാണെങ്കിൽ ആ കറക്റ്റ് ലെയറിൽ എവിടെയാണ് ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഇരിക്കണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ആ സെയിം കണക്കിന്
ഒരു സോയിൽ സ്പ്ലിറ്റ് സ്പോൺ സാമ്പിളിൽ സോയിൽ എങ്ങനെയായിരിക്കും, ഒട്ടും ഡിസ്റ്റർബ്ഡ് ആവാത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത്, അതായത് അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ആ സോയിലിനെ നമ്മൾ ഇപ്പം നിലത്തിട്ട്, അതായത് ഇപ്പം നമ്മൾ ആ പുട്ടുകുറ്റിക്കകത്തുനിന്ന് പുട്ടിനെ എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് കുഴച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ ആകെ മാറിയില്ലേ, ഡിസ്റ്റർബ്ഡ് ആയില്ലേ. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സോയിലിന്റെ നാച്ചുറൽ സ്ട്രക്ചർ ഉണ്ടാവത്തില്ല, ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ബട്ട് റെപ്രസെന്റ്സ് ദ കമ്പോസിഷൻ ഓഫ് മിനറൽ കണ്ടൻസ് ഇൻ സോയിൽ. പക്ഷേ ആ സോയിലിനകത്തുള്ള മിനറൽ കണ്ടൻസിന്റെ കമ്പോസിഷൻ ഒക്കെ കൃത്യമായിട്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. It can be used to determine the index properties like grain size, plasticity index and specific gravity. And disturbed samples ആണെങ്കിൽ നമുക്ക് index properties ആണ് determine ചെയ്യാൻ പറ്റുള്ളൂ, engineering properties അല്ല. And index properties ൽ എന്തൊക്കെ വരും, grain size വരും, അതുപോലെ plasticity index, specific gravity ഒക്കെ. ഇനി ഈ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് തന്നെ, രണ്ട് ടൈപ്പ് സാമ്പിൾസ് ഉണ്ട്, ഒന്ന് ഡിസ്റ്റർബ്ഡും അൺഡിസ്റ്റർബ്ഡ്. ഈ ഡിസ്റ്റർബ്ഡിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസും റെപ്രസെന്റേറ്റീവ് സാമ്പിൾസും. സോ നമുക്ക് അടുത്തത് ഇതെന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് ആണ്. Contain all the mineral constituents of the soil, but the structure of the soil may be significantly disturbed. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ സോയിലിലെ മിനറൽ കോൺസ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ മിനറൽ കമ്പോണൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എന്താ, സോയിലിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. വാട്ടർ കണ്ടന്റ് മേ ഓൾസോ ഹാവ് ചേഞ്ച്ഡ്. അതുപോലെ തന്നെ ഇതിങ്ങനെ കുഴഞ്ഞ പരുവത്തിലല്ലേ, പല മീൻസ് ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് എന്തുമാത്രം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വാട്ടർ കണ്ടന്റിനകത്ത് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. They are suitable for Atterberg limits and grain specific gravity determination. ഈ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് ആണെങ്കിൽ അത് അറ്റർബർഗ് ലിമിറ്റ്സിന് അറ്റർബർഗ് ലിമിറ്റ്, അതായത് നമ്മൾ അറ്റർബർഗ് ലിമിറ്റിനകത്ത് എന്താണ് പ്ലാസ്റ്റിസിറ്റിയുടെ ഒക്കെ കാര്യം പറയണില്ലേ, അതായത് ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് അങ്ങനെയുള്ളത്. അപ്പൊ അറ്റർബർഗ് ലിമിറ്റിന് വേണ്ടിയും അതുപോലെ തന്നെ ഗ്രെയിൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷന് വേണ്ടിയിട്ടുമാണ് നമുക്ക് ഈ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് അടുത്തത് നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് consist of mixture of materials from various soil or rock strata or are samples from which some mineral constituents have been lost or got mixed up. Okay, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അവിടെ മിനറൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ സോയിലിന്റെ സ്ട്രക്ചർ ആണ് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് ആണെങ്കിൽ നമ്മൾ ആ സെയിം പറഞ്ഞ, അതായത് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്താണോ അത് തന്നെയാണ് നമുക്ക് റെപ്രസെന്റേറ്റീവ് സാമ്പിൾ നമ്മൾ പറയുന്നത്. പക്ഷെ നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ചില മിനറൽ കോൺസ്റ്റൻസ് ഒക്കെ എന്താണ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അത് മിക്സ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മുടെ സോയിൽ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ അതായത് ആകെ ഒരു അവിയല് പരുവെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ മിനറൽ കോൺസ്റ്റന്റ്, അവിടെയുള്ള മിനറൽ കണ്ടൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡപ്പ് ആയി പോകാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദേ ആർ സ്യൂട്ടബിൾ ഓൺലി ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ സച്ച് എസ് മേജർ ചേഞ്ചസ് ഇൻ സബ് സർഫസ് സ്ട്രാറ്റ. ഓക്കെ, അപ്പോൾ ഈ നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ആണ് തരുന്നത്. അതായത് സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലെയർ ആണ്. അപ്പം നമ്മുടെ സബ് സർഫസ് സ്ട്രാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിന്റെ അടിയിലുള്ള സോയിലില്ലേ, അവിടെ പല ലെയറിലായിട്ടായിരിക്കുമല്ലോ സോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ മേജർ ചേഞ്ചസ്, അതായത് എപ്പോഴൊക്കെയാണ് ഓരോ ലെയർ മാറുന്നതെന്നുള്ള അതിന്റെ ഒരു ഐഡിയ മാത്രമാണ് നമുക്ക് ഈ നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾസിനകത്ത് നിന്ന് കിട്ടുള്ളൂ. ഇനി എക്സാമ്പിൾ വരുന്നത് എന്താണ്, സോയിൽ സാമ്പിൾസ് ഒബ്റ്റൈൻഡ് ഫ്രം ഓഗർ ബോറിംഗ് ആൻഡ് വാഷ് ബോറിംഗ്. ഓഗർ ബോറിംഗും വാഷ് ബോറിംഗിൽ നിന്നും നമുക്ക് കിട്ടുന്ന സോയിൽ എന്ന് പറയുന്നത് ഈ നോൺ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ്. അത് നമ്മൾ അന്നേരം നമ്മൾ ഓഗർ ബോറിംഗും വാഷ് ബോറിംഗും റോട്ടറി ഡ്രില്ലിംഗ്, പെർക്കഷൻ ഡ്രില്ലിംഗ് ഇതൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഓഗർ ബോറിംഗിലും വാഷ് ബോറിംഗിലും ഒക്കെ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ആയിരിക്കും കിട്ടുന്നതെന്ന്. സോ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഇത് പറയാം. അടുത്തത് ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് കഴിഞ്ഞു. ഇനി അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. പേരിൽ നിന്ന് തന്നെ അൺഡിസ്റ്റർബ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് നിന്ന് പുട്ടിനെ അപ്പം തന്നെ എടുക്കുമ്പോൾ എങ്ങനെയാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് തന്നെ നമ്മുടെ സൈഡിലെ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ സ്പ്ലിറ്റ് സ്പൂൺ സാമ്പിളർ ആണ്. അതിനകത്ത് കറക്റ്റ് ആയിട്ട് ആ സോയിൽ ഇരിക്കുന്നത് കണ്ടോ, അതായത് ഒട്ടും ഡിസ്റ്റർബ്ഡ് അല്ലാണ്ട് അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റിലാണ്. ഇവിടെ നമുക്ക് ഓരോ സോയിലിന്റെ ലെയർ മാറുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നാച്ചുറൽ സ്ട്രക്ചർ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കണ്ടന്റ് ആർ റീറ്റെയിൻഡ്. എന്താണ്, സോയിലിന്റെ നാച്ചുറൽ സ്ട്രക്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റും റീറ്റെയിൻ. വാട്ടർ കണ്ടന്റിലൊന്നും ഒരു ചേഞ്ച് വരത്തില്ല. കറക്റ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് എന്തുമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ്മോസ്റ്റ് കെയർ ഇസ് ടേക്കൺ വൈൽ സാമ്പിളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ്. നമ്മൾ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ, അതായത് സോയിൽ സാമ്പിൾസിനെ കളക്ട് ചെയ്യുമ്പോൾ വളരെ കെയർ കൊടുത്ത് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സോയിൽ ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയി പോകും. സോ വളരെ കെയർ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ സാമ്പിൾസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ആ സോയിൽ സാമ്പിളിനെ കളക്ട് ചെയ്ത് അതിനെ കൃത്യമായി ട്രാൻസ്പോർട്ട് ചെയ്ത് ലബോറട്ടറിയിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ടെസ്റ്റുകളൊക്കെ നടത്തി അതിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ സൂക്ഷിച്ച് തന്നെ കൊണ്ടുപോകണം. യൂസ്ഡ് ടു ഫൈൻഡ് ബോത്ത് ഇൻഡെക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. നമ്മൾ ഡിസ്റ്റർബ്ഡിനകത്താണെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് മാത്രമായിരുന്നു, പക്ഷേ അൺഡിസ്റ്റർബ്ഡിലാവുമ്പോൾ ഇൻഡെക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മെറ്റീരിയൽസ് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു മിനിമം ഡിസ്റ്റർബൻസ്. ഇവിടെ എന്താണ്, പേരിൽ നിന്ന് തന്നെ വളരെ കുറവ് ഡിസ്റ്റർബൻസസ് മാത്രമാണ് വരുള്ളൂ. ഇനിയിപ്പോൾ ഡിസ്റ്റർബൻസ് വന്നാൽ തന്നെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അതിങ്ങനെ എന്താണ് ഒരു നമ്മുടെ സോയിലിനെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കില്ല, ചിലപ്പോൾ ജസ്റ്റ് മുറിഞ്ഞു മുറിഞ്ഞു പോകാന്നുള്ള സ്കീമാണ്. അതായത് എനിക്ക് റൈറ്റ് സൈഡിലെ ഫിഗർ കണ്ടാൽ അറിയാം, ജസ്റ്റ് ആ സോയിൽ ഇങ്ങനെ ബ്രേക്കായി പോയിട്ടുള്ളൂ, പക്ഷെ അതിന് മൊത്തത്തിലൊരു എന്താണ് കുഴഞ്ഞ പരുവൊന്നും ആയിട്ടില്ല. സാമ്പിൾസ് ആർ സ്യൂട്ടബിൾ ഫോർ സ്ട്രെങ്ത് ടെസ്റ്റ് ആൻഡ് കൺസോൾട്ടേഷൻ ടെസ്റ്റ്. ഇവിടെ നമ്മൾ ഇതിനകത്ത് നിന്ന്, അതായത് അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യില്ലേ, ആ സാമ്പിൾസ് നമുക്ക് എന്തിനൊക്കെ വേണ്ടിയാണ് സ്യൂട്ടബിൾ ആവുന്നത്? സ്ട്രെങ്ത് ടെസ്റ്റിനും അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ടെസ്റ്റുകൾക്കുമാണ് സ്യൂട്ടബിൾ ആവുന്നത്. ഇനി നമ്മൾ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളും ഉണ്ട്, നോൺ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളും ആണ്. അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്, ഒന്ന് ട്യൂബ് സാമ്പിൾസും പിന്നൊന്ന് എന്താണ്, ചങ്ക് സാമ്പിൾസും. സോ ഇനിയിപ്പോൾ ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം. ആദ്യം ചങ്ക് സാമ്പിൾസ്. Chunks are collected from the bottom of test pit, typically in clayey soils. ചങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, വേറെ ഒന്നുമല്ല, അതായത് ഒരു ബിഗ് പീസ് എന്നുള്ള അർത്ഥമാണ് വരുന്നുള്ളൂ. അപ്പോൾ ചങ്ക്സ് ആർ കളക്റ്റഡ് ഫ്രം ദ ബോട്ടം ഓഫ് ടെസ്റ്റ് പിറ്റ്. ഞാൻ ആദ്യമേ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, നമ്മൾ ഒത്തിരി ഡീപ്പർ ആയിട്ടുള്ള കുഴിയാണ് കുഴിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ബോർഹോൾ എന്ന് പറയും. എന്നാൽ അത്രയും ഡെപ്തിലല്ലാണ്ട് നമ്മളൊരു ഷാലോ ഡെപ്തിലാണ് കുഴിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ടെസ്റ്റ് പിറ്റ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഒരു ഷാലോ പിറ്റ്, അതായത് ഒരു ഹോള് നമ്മൾ ഗ്രൗണ്ടിൽ ഡിഗ് ചെയ്യുവാണ്, പക്ഷെ അതെന്താണ്, ഒരു ഷാലോ ആയിട്ടുള്ള ഹോളായിരിക്കും, അതായത് ഒത്തിരി ഡെപ്തിലേക്ക് പോകുന്നില്ല, അതിനെയാണ് നമ്മൾ ടെസ്റ്റ് പിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ടെസ്റ്റ് പിറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹോളിന്റെ ഏറ്റവും ബോട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, നമ്മുടെ സോയിൽ യൂഷ്വലി പ്രിറ്റി തിക്ക് ആൻഡ് സ്റ്റിക്കി ആയിരിക്കും, കുറച്ച് എന്താ തിക്കും ആയിരിക്കും, അതുപോലെ സ്റ്റിക്കി ആയിരിക്കും, ലൈക്ക് ക്ലേ. അതാണ് പറയണത് ടിപ്പിക്കലി ഇൻ ക്ലേ സോയിൽ എന്ന് പറയണത്. അതായത് നമ്മളൊരു ടെസ്റ്റ് പിറ്റിന്റെ ഏറ്റവും ബോട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ക്ലേ ആയിട്ടുള്ള സോയിലായിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ബിഗ് പീസസ് ഓഫ് സാമ്പിൾസിനെ കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ വലിയൊരു സോയിലിന്റെ സാമ്പിളിനെ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത്, സോയിൽ അറ്റ് ദ പിറ്റ്സ് ബോട്ടം ഈസ് ട്രിംഡ് ഇൻടു ചങ്ക്സ് ഓഫ് റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസ്. നമുക്ക് ഏത് ഷേപ്പ് ആൻഡ് സൈസിലാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആ സാമ്പിളിനെ ട്രിം ചെയ്തെടുക്കുക. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഒരു ക്യൂബ് പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് കാണാമല്ലോ, ഇൻസ്ട്രുമെന്റ് എന്നല്ല, ഒരു സാധനം കാണാലോ. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണ്, ആ മണ്ണ് വന്ന് കിടക്കും. അതാണ് സെക്കൻഡ് ഫിഗറിൽ കണ്ടോ, ആ ഒരു ക്യൂബ് പോലത്തെ ഉള്ളിൽ മണ്ണിങ്ങനെ വന്ന് കിടക്കണുണ്ടോ. എന്നിട്ട് നമ്മൾ അടിയിലും മുകളിലും എന്തെങ്കിലും എക്സ്ട്രാ പീസസ് ഉണ്ടെങ്കിൽ അതിനെ ട്രിം ചെയ്ത് കളയും. അതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ് ഈസ് പ്ലേസ്ഡ് ഓവർ ദ ചങ്ക് ആഫ്റ്റർ കവറിംഗ് ഇറ്റ്സ് ടോപ്പ് വിത്ത് പാരാഫിൻ വാക്സ്. അതായത് അത് കഴിഞ്ഞ് നമ്മൾ ഈ ചങ്കുകളെ ഒരു സ്പെഷ്യൽ കണ്ടെയ്നറിലേക്ക് ഇടും. അതെങ്ങനെയാണ്, ഒരു സിലിണ്ടർ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ആ സിലിണ്ടറിന്റെ ടോപ്പും ബോട്ടവും എങ്ങനെയാണ്, ഓപ്പൺ ആയിരിക്കും. ആൻഡ് നമ്മൾ ഇവരെ ഇതിന്റെ അകത്തേക്ക് ഇടുന്നതിന് മുമ്പ് ആ ചങ്കല്ലേ, അതായത് നമ്മുടെ ബിഗ് പീസ്, അതിന്റെ ടോപ്പിൽ അതുപോലെ തന്നെ ബോട്ടത്തിലും നമ്മൾ എന്താണ്, പാരഫിൻ വാക്സ്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വാക്സ് ആണ്, അത് വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്യും അല്ലെങ്കിൽ കവർ ചെയ്യും. ഈ വാക്സ് നമ്മൾ കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ദിസ് വാക്സ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ സോയിൽ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകാൻ നേരത്ത് നമ്മുടെ ആ സോയിലിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടോപ്പിലും ബോട്ടത്തിലും പാരഫിൻ വാക്സ് വെച്ചിട്ട് കവർ ചെയ്യുന്നത്. സോ ചങ്ക് സാമ്പിൾസിനെ പറ്റി ചോദിക്കുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഒരു ഷാലോ ഡെപ്തിലുള്ള കുഴി കുഴിക്കും, അതായത് ഒരു ടെസ്റ്റ് പിറ്റ്. എന്നിട്ട് ആ ടെസ്റ്റ് പിറ്റിന്റെ ബോട്ടത്തിൽ കുറച്ച് തിക്കും അതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള, അതായത് ക്ലേ സോയിൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുക കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള സോയിൽ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ക്ലേ അല്ലെങ്കിൽ ക്ലേ സോയിൽ എന്ന് ഓർത്ത് തന്നെ മതി. അവിടെ നിന്ന് നമ്മൾ ബിഗ് പീസസ് ഓഫ് സോയിലിനെ, അതായത് ചങ്ക്സിനെ കളക്ട് ചെയ്യും. ആൻഡ് ഈ കളക്ട് ചെയ്യുന്ന ചങ്ക്സിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം നമ്മൾ റിക്വയർഡ് ഷേപ്പ് ആൻഡ് സൈസിലേക്ക് ട്രിം ചെയ്തെടുക്കും. എന്നിട്ട് ഇവരെ നമ്മൾ എങ്ങോട്ടാണ് വെക്കുന്നത്, ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നറിലേക്കാണ് നമ്മൾ ഇതിനെ വെക്കുന്നത്. ആൻഡ് ആ സിലിണ്ടറിക്കൽ കണ്ടെയ്നറിന്റെ ടോപ്പും ബോട്ടം എങ്ങനെയാണ്, ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് നമ്മൾ ആ ചങ്കില്ലേ അല്ലെങ്കിൽ ആ ബിഗ് പീസ് ഓഫ് സോയിൽ സാമ്പിൾ ഇല്ലേ, അതിന്റെ ടോപ്പും ബോട്ടവും നമ്മൾ എന്താണ് പാരഫിൻ വാക്സ് വെച്ച് കോട്ട് ചെയ്യും. സോ ദ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും ടെസ്റ്റിംഗ് ചെയ്യുന്നത് വരെയും ആ ഒരു സോയിൽ അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ചങ്ക് സാമ്പിൾസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ട്യൂബ് സാമ്പിൾസ്. ചങ്ക്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദ ബോട്ടം ഓഫ് ബോർഹോൾസ്.
ഓക്കെ, ഇവിടെ ബോർഹോളിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ഒത്തിരി ഡീപ്പർ ആയിട്ടുള്ള ഒരു കുഴിയാണ് കുഴിക്കുന്നതെങ്കിൽ അതിനെ ബോർഹോൾ എന്ന് പറയും. ഇവിടെ നമ്മൾ ടെസ്റ്റ് ബിറ്റ് ആണ്. ടെസ്റ്റ് ബിറ്റ് എന്താണ്? ഷാലോ ഡെപ്തിലുള്ള കുഴികളാണ്. പക്ഷെ ട്യൂബ് സാമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബോട്ടം ഒത്തിരി ഡീപ്പർ ആയിട്ടുള്ള കുഴിയാണ്, അതിനെ നമ്മൾ ബോർഹോൾ എന്ന് പറയും. അപ്പൊ ആ ബോർഹോളിന്റെ അടിയിൽ അപ്പൊ ആ ബോർഹോളിന്റെ അടിയിൽ നിന്ന് നമ്മൾ ചങ്ക്സിനെ കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഈ ട്യൂബ് സാമ്പിൾസ് എന്ന് പറയുന്നത്? ബോത്ത് ക്ലേ ആവാം അല്ലെങ്കിൽ സാൻഡി സോയിൽ ആവാം. ഈ സോയിൽ നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഇൻ സിലിണ്ടറിക്കൽ ട്യൂബ്സ് ഡ്യൂറിങ് ദിസ് വർക്ക്. നമ്മളൊരു വലിയ ഒരു എന്താണ് ഒരു ബിഗ് ഡ്രില്ലില്ലേ, ആ ഡ്രില്ല് ഉപയോഗിച്ച അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നില്ലേ, ഇതുപോലൊരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോയിലിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് ഇറക്കുവാണ് ചെയ്യുന്നത്, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള. അതങ്ങനെ അടിച്ചിറക്കുമ്പോൾ ആ ഒരു ഡിവൈസിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ അകത്തേക്ക് എന്താണ്, സോയിൽ കയറി ചെല്ലുവല്ലേ ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെയും ടോപ്പും ബോട്ടത്തിലും നമ്മൾ എന്താണ് പാരഫിൻ വാക്സ് ഉപയോഗിച്ചിട്ട് സീൽ ചെയ്യും. കാരണം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സോയിൽ അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ട്യൂബ് സാമ്പിൾസിനകത്ത് എന്താണ് പറയുന്നത്? നമ്മൾ ഒരു ബോർഹോൾസ് ആണ് ഇവിടെ കുഴിക്കുന്നത്. ആ ബോർഹോളിന്റെ അടിയിൽ നിന്നാണ് നമ്മൾ സാമ്പിളിനെ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചങ്കിനെ കളക്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് ചങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഒരു ബിഗ് പീസ് ഓഫ് സാമ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ക്ലേ ആവാം അല്ലെങ്കിൽ സാൻഡി സോയിൽ ആവാം. എന്നിട്ട് നമ്മൾ ഇതിനൊരു സിലിണ്ടറിക്കൽ ട്യൂബിൽ വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ട്രാൻസ്പോർട്ടേഷന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു സാമ്പിളിന്റെ ടോപ്പും ബോട്ടത്തും പാരഫിൻ വാക്സ് വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്യുക. ഇത്രയാണ് നമുക്ക് സോയിൽ സാമ്പിൾസിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സാമ്പിൾ ഡിസ്റ്റർബൻസ് ആണ്. അതുപോലെ തന്നെ ആ സാമ്പിൾ ഡിസ്റ്റർബൻസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളും. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പഠിക്കാം. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ താങ്ക് യു ഓൾ.